ഭാര്യയും ഭർത്താവും കുവൈത്തിൽ നേഴ്സുമാർ. രണ്ടുപേർക്കും കൂടി മാസം 4 ലക്ഷത്തിലധികം രൂപ ശമ്പളവുമുണ്ട്. എന്നാൽ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ തീരുമാനിച്ച് കാത്തിരുന്ന മലയാളി കുടുംബം. അതിനായി 4 ദിവസം മുൻപാണ് 7ഉം 4ഉം വയസ്സുള്ള മക്കളെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് മുത്തച്ഛനെയും മുത്തശ്ശിയെയും ഏൽപ്പിച്ച് അവർ മടങ്ങിയത്. കണ്ണൂർ സ്വദേശി സൂരജിനും ഭാര്യ വിൻസിക്കും പിന്നീട് എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ രാത്രി വീട്ടിൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാക്കിയ ബഹളം കേട്ടതാണ്. രാവിലെ രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. വഴക്കിനിടെ ബിൻസിയും സൂരജും പരസ്പരം കത്തികൊണ്ട് കുത്തിയതാകാമെന്നാണ് നിഗമനം. സംഭവത്തിൽ കുവൈത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കുവൈത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ജാബിർ ആശുപത്രിയിലെ നഴ്സായ കണ്ണൂർ സ്വദേശി സൂരജ്, ഡിഫൻസിൽ നഴ്സായ എറണാകുളം സ്വദേശി ഭാര്യ ബിൻസി എന്നിവരെയാണ് അബ്ബാസിയയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ ഫ്ളാറ്റിലെത്തിയതാണെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. ഇരുവരും വഴക്കിനെ തുടർന്ന് പരസ്പരം കുത്തിയതാണെന്നാണ് പ്രാഥമിക വിവരം. ബിൻസിയും സൂരജും തമ്മിൽ തർക്കിക്കുന്ന ശബ്ദം കേട്ടിരുന്നതായി അയൽവാസികൾ പോലീസിനോട് പറഞ്ഞു. ഈ ഫ്ളാറ്റിലേക്ക് മറ്റാരും വന്നിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് പരസ്പരമുള്ള ആക്രമണമെന്ന വിലയിരുത്തൽ ഉണ്ടാകുന്നത്. പോലീസ് എത്തുമ്പോൾ രണ്ടുപേരുടെയും കയ്യിൽ കത്തിയുണ്ടായിരുന്നു. രാവിലെ കെട്ടിട കാവൽക്കാരൻ വന്ന് നോക്കിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. എന്താണ് തർക്കത്തിനും കൊലപാതകത്തിനും കാരണമെന്നും പരിശോധിക്കുന്നുണ്ട്. കുവൈറ്റിൽ വർഷങ്ങളായി നഴ്സായി ജോലി ചെയ്തിരുന്ന ബിൻസിയും സൂരജും ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തീരുമാനത്തിലായിരുന്നു. അതിന്റെ ഭാഗമായി ദമ്പതികളുടെ മക്കളെ നാട്ടിലേക്ക് മാറ്റിയിരുന്നു. ബിൻസി എറണാകുളം പെരുമ്പാവൂർ മണ്ണൂർ സ്വദേശിയും സൂരജ് കണ്ണൂർ മണ്ഡലം സ്വദേശിയുമാണ്. News 18 Kuwait.